ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിൽ നിന്ന് ജനങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള യാത്ര. കേരളത്തിലെ ചാലക്കുടി എന്ന നാട്ടിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുന്ന മണി ബാല്യത്തിൽ തന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ട് കുടുംബത്തെ സഹായിക്കാൻ ചെറുപ്പത്തിൽ തന്നെ പല ജോലികളും ചെയ്യേണ്ടി വരുന്നു. പാട്ടിനോട് വലിയ ഇഷ്ടമുള്ള ഒരു ചെറുപ്പം കൂടിയായിരുന്നു മണിയുടേത്. നാട്ടിലെ ചെറിയ പരിപാടികളിൽ പാട്ടും മിമിക്രിയും ചെയ്ത് ആളുകളുടെ കയ്യടിയും വാങ്ങിയിരുന്നു. യുവാവായപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി തുടങ്ങുന്നു. ജീവിതം എളുപ്പമല്ല, എന്നാൽ തൻ്റെ സ്വപ്നത്തിൽ എവിടെയോ കലയ്ക്ക് സ്ഥാനം ഉണ്ടെന്ന് മണിക്ക് മനസ്സിലാകുന്നു. ഒരിക്കൽ ഒരു മിമിക്രി പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുന്നു. അവിടെയാണ് കലാഭവൻ എന്ന പ്രശസ്ത മിമിക്രി ഗ്രൂപ്പിൽ ചേർക്കപ്പെടുന്നത്. അതിനുശേഷം എല്ലാവരും അദ്ദേഹത്തെ കലാഭവൻ മണി എന്ന് വിളിക്കാൻ തുടങ്ങി. മിമിക്രി പരിപാടികളിലൂടെ ആളുകളുടെ ശ്രദ്ധ നേടിയെടുക്കുന്നു. പിന്നീട് ചെറിയ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ അവസരം ലഭിക്കുന്നു. തൻ്റെ കരിയറിനെ മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. ഈ സിനിമയിൽ അദ്ദേഹം ചെയ്ത അന്ധനായ കഥാപാത്രം വലിയ പ്രശംസ നേടുന്നു. സംസ്ഥാന അവാർഡ് ലഭിക്കുന്നു. എന്നാൽ ജനങ്ങൾക്ക് മണി ഇത്ര പ്രിയപ്പെട്ടവനാകാൻ സിനിമ മാത്രം അല്ലായിരുന്നു കാരണം. അദ്ദേഹം ഒരു നാടൻ പാട്ടിന്റെ രാജാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകൾ കേരളത്തിലെ ആളുകൾക്കിടയിൽ വലിയ ഹിറ്റായി. സാധാരണക്കാരുടെ ജീവിതം പാട്ടിലൂടെ പറഞ്ഞ കലാകാരനായിരുന്നു അദ്ദേഹം. മനുഷ്യനായി വിജയിച്ചിട്ടും അദ്ദേഹം തൻ്റെ നാടിനെ മറന്നില്ല. ചാലക്കുടിയിൽ സാധാരണക്കാരോടൊപ്പം ജീവിച്ചു, പാവപ്പെട്ടവരെ സഹായിച്ചു. എവിടെ നിന്നോ ഒരു തീ പോലെ ആളിക്കത്തി വന്ന കലാഭവൻ മണി 2016 കേരളക്കരയെ കരയിപ്പിച്ചുകൊണ്ട് യാത്രയായി. അദ്ദേഹത്തിന്റെ മരണം മലയാള സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടമായി. എന്നാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളും കഥാപാത്രങ്ങളും ഇന്നും ആളുകളുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു, ഒരു ചാലക്കുടിക്കാരൻ. ചാലക്കുടി എന്ന പേരിനെ മറ്റു നാട്ടിലേക്ക് എത്തിച്ച കലാകാരൻ. ഒടുക്കം യാത്ര പറയാതെ ആ മനുഷ്യ സ്നേഹി നമ്മുടെ മണിച്ചേട്ടൻ മറ്റൊരു ലോകത്തെ ആളുകളെ ചിരിപ്പിക്കാൻ പോയി മറഞ്ഞു. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ. അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിൽ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ.